ഇത് എന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ മോന്റെ വീട്ടിൽ പോയിട്ട് എന്റെ സഹോദരിയുടെ ആ മോനെ കണ്ടെത്തി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഗോഡമണ്ണൻ രണ്ടു വെച്ചായ എന്നെ കടിക്കുന്നത്. നേതാജി ഇപ്പൊ ഏതാണ്ട് 2 മണിക്ക് മുമ്പ്, 2 മണിക്കൂറിന് മുമ്പ്. അവിടെ വെച്ച് പുനലൂർ പട്ടണത്തിൽ തെരുവ് നായ ആക്രമണത്തിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 6ഓളം പേർക്ക് കടിയേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. തെരുവ് നായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചു. പുനലൂർ സ്വദേശികളായ അബ്ദുൾ റഷീദ്, തോമസ്, പ്രവീൺ, സന്തോഷ്, സെൻഗുരേറ്റി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. നേതാജി റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന അബ്ദുൾ റഷീദിനെയാണ് തെരുവുനായ ആദ്യം കടിച്ചത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ അബ്ദുൾ റഷീദ് മറിഞ്ഞു വീഴുകയും ചെയ്തു. തുടർന്ന് തെരുവുനായ സെൻഗുരേറ്റി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഓടിക്കേറി. സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന 8 വയസ്സും 11 വയസ്സും പ്രായമുള്ള 2 കുട്ടികളെയും തെരുവുനായ കടിച്ചു. കുട്ടികളുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്നെത്തിയ അധ്യാപകരാണ് തെരുവുനായയെ സ്കൂൾ വളപ്പിൽ നിന്നും ഓടിച്ചത്. തുടർന്ന് പരിക്കേറ്റ കുട്ടികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളുടെ കൈകളിലും കാലുകളിലുമായാണ് കടിയേറ്റിരിക്കുന്നത്. പ്രതിരോധ വാക്സിൻ എടുക്കുമ്പോൾ അലർജിയുള്ള 8 വയസ്സുകാരിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന തോമസ്, പ്രവീൺ, സന്തോഷ് എന്നിവരെയും തെരുവുനായ കടിച്ചിട്ടുണ്ട്. ഇവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമകാരിയായ തെരുവുനായയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മുൻപും നിരവധി തവണ പുനലൂർ പട്ടണത്തിൽ സമാനമായ രീതിയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മോട്ടോർ സൈക്കിളിൽ സെൻഗുരേറ്റി സ്കൂളിൻ്റെ മുമ്പിലുള്ള പള്ളിയുണ്ട്, ആ പള്ളിയുടെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു പട്ടി ഓടി വന്ന് ചുമ്മാ ഒരു പ്രഭാവനമില്ല, അത് വന്ന വഴിയിൽ വന്ന് കടിച്ചിട്ട് പോയി. അത് ചെരുപ്പുണ്ടായതുകൊണ്ട് ആ ചെരുപ്പിനകത്ത് തന്നെ കടി വീണു. ഒരു പല്ല് മാത്രം ശരീരത്തിൽ, കാലിൽ. വേറെ കുട്ടികളെ കടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു. ഞാൻ അവിടെ ഒരു ചടങ്ങിനായിട്ട് വന്നായിരുന്നു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.